നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചയാണെന്ന് തുറന്ന് സംബന്ധിച്ച് CPM. ക്ഷേമ പെൻഷൻ നൽകാത്തതടക്കം ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ സർക്കാരിനുണ്ടായ വീഴ്ചയും സാമുദായിക സംഘടനകൾ കൈവിട്ടതും തിരിച്ചടിയായി. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നിശ്ചയിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടതില്ല എന്ന് CPM തീരുമാനിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. തിരുത്തി നന്നാകുമോ? ഭരണത്തിന്റെ ശൈലി മാറേണ്ടേ? സർക്കാരിന്റെ മുൻഗണന തെറ്റിയോ? ഭരണവിരുദ്ധ വികാരം സമ്മതിച്ചോ? ഈ ചർച്ചയിൽ ശ്രീ കെ അനിൽകുമാർ CPM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ PR ശിവശങ്കർ BJP, ശ്രീ NM പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ചർച്ചയിലേക്ക് ആദ്യം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സമിതിയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി എനിക്ക് തോന്നിയത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപരേഖ തയ്യാറാക്കി നടപ്പാക്കാനുള്ള മുൻഗണനാക്രമം നിശ്ചയിക്കുമെന്ന് പറഞ്ഞതാണ്. അതായത് സർക്കാരിന്റെ പ്രയോറിറ്റീസ്, മുൻഗണനകൾ തെറ്റിപ്പോയതാണ് പ്രശ്നം എന്ന് CPM തിരിച്ചറിയുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നു എന്നാണോ? ഗൗതം മാസ്റ്റർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തലക്കെട്ടിൽ വന്നിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട അഭിലാഷ് പറഞ്ഞ മുഖ്യമന്ത്രി ശൈലി മാറ്റണോ എന്നൊരു ചോദ്യം പാർട്ടിയിൽ ഉയർന്നില്ല. അതുകൊണ്ട് തന്നെ അത് വേണ്ടതില്ല എന്നൊരു തീരുമാനമില്ല. ഓരോ തിരഞ്ഞെടുപ്പും ഒരു രാഷ്ട്രീയ സമരമാണ്. ആ സമരത്തിൻ്റെ ഫലം ആ രാഷ്ട്രീയ പാർട്ടികളും അതിലംഗങ്ങളായവരും അതിൻ്റെ ഭരണ നേതൃത്വവും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സർക്കാരുമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പഠിക്കേണ്ട ധാരാളം പാഠങ്ങളുണ്ട്. അതിൽ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതൊക്കെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെയാണ്. ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പിന്നീടുമൊക്കെ ഉയർന്നു വന്ന നാനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഏതെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊണ്ടത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ചർച്ചകൾ നടക്കുകയും പാർട്ടി അതുമായി ബന്ധപ്പെട്ട ധാരണകളിലെത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായോഗികമായ ഭാവപരിപാടികളിലേക്ക് പാർട്ടിയും സർക്കാരും കടക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. LDF സർക്കാരിന് എപ്പോഴും ഒരു അജണ്ടയുണ്ട്. കഴിഞ്ഞ ഒന്നാം സർക്കാരിന് ഒരു 600 അജണ്ട, അതിൽ 580 എണ്ണം നടപ്പാക്കി. അപ്പോൾ പ്രിയോറിറ്റികൾ അട്ടിമറിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് പ്രിയോറിറ്റികൾ അട്ടിമറിക്കപ്പെട്ടു എന്നൊരു പരാതിക്കിടയുണ്ടായില്ല. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഈ സർക്കാർ അങ്ങനെ മര്യാദയ്ക്ക് പ്രവർത്തിക്കേണ്ട, ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതെ മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പ്രളയം, കോവിഡ്, നിപ്പ ഇതൊക്കെ വന്ന പോലെ തന്നെ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ദ്രോഹമാണ്, സാമ്പത്തിക ഉപരോധമാണ്. അതിന് കേരളത്തിലെ കോൺഗ്രസ് പിന്തുണ കൊടുത്തു. ഇതിൻ്റെ ഭാഗമായി വന്നപ്പോൾ ഞങ്ങൾക്ക് മുൻഗണനകൾ മാറ്റം വരുത്തേണ്ടി വരികയാണ്. ആ മാറ്റം വരുത്തുക എന്ന് ആലോചിക്കുന്നത് ഞങ്ങളിപ്പോൾ 900 കാര്യങ്ങൾ പറഞ്ഞതിൽ ഏതായിരിക്കും പ്രാമുഖ്യം കൊടുക്കുന്നത്? എല്ലാത്തിനും ഒരുപോലെ പ്രാമുഖ്യം കൊടുത്ത് ഈ കാലയളവിൽ പൂർത്തിയാക്കാൻ പറ്റുമോ? അതുകൊണ്ട് അടിയന്തരമായി സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന പ്രവർത്തനം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് ഞങ്ങൾക്ക് വികസനം മതിയേ, നിങ്ങൾ വൻകിട പ്രൊജക്റ്റുകളൊക്കെ നിർത്തിവെച്ചിട്ട് ഈ പെൻഷനൊക്കെ ഒന്ന് കൊടുത്തു തീർക്കാൻ മേലേ, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെന്താ ബാക്കി വെക്കുന്നത്? അതൊരു ചോദ്യമാണ്. അപ്പോൾ ധാരാളം നേട്ടങ്ങളുള്ള പോലെ തന്നെ മുൻഗണനകൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ? എന്നാൽ ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള വേറെ പരിപാടികൾ നടത്തുകയും ചെയ്യണം. ഇതാണ് കണ്ടൊരു കാര്യം. അല്ല, അവിടെ തെരഞ്ഞെടുപ്പിന്റെ ആകെ കാമ്പെന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പല കാരണങ്ങൾ പറയുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന ആശ്വാസ നടപടികൾ ബാധിക്കപ്പെട്ടു, ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് CPM വിലയിരുത്തിയതാണല്ലോ. അത് MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇല്ലാതായി എന്ന പ്രശ്നം എങ്ങനെ ഉണ്ടാവുന്നു? ഇപ്പോൾ അത് കേന്ദ്ര സർക്കാർ നമ്മളെ ശ്വാസം മുട്ടിക്കുന്നത് കൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാരണമാണോ? അല്ല. അപ്പോൾ പ്രയോറിറ്റികൾ ഞങ്ങൾ പുനർനിശ്ചയിക്കുമെന്ന് പറയുമ്പോൾ ഇനി പെൻഷൻ മുടങ്ങാതെ നോക്കും, അല്ലെങ്കിൽ ഇനി ക്ഷേമ പദ്ധതികൾ മുടങ്ങാതെ നോക്കും, ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടും, ഇതാണോ ഉദ്ദേശിക്കുന്നത്? 100% അത് തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ള ഏതെങ്കിലും സ്ഥിതിയല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ളത്. ഇന്ന് തന്നെ കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അതിൻ്റെ കണക്ക് പറഞ്ഞല്ലോ. അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 89 മാസമായി. 1ഉം 2ഉം പിണറായി സർക്കാരിന് കൂടി. എത്രയാണ് കൊടുത്തത് പെൻഷൻ? 150 മാസത്തെ പെൻഷൻ കൊടുത്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുടിശ്ശികയില്ല.
അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ പെൻഷൻ ഉൾപ്പെടെ 109 മാസത്തെ പെൻഷൻ ഈ സർക്കാർ കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തല താഴ്ത്തി നിർത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കോറായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞു, അതുകൂടി നമ്മൾ പരിഗണിച്ച് പോകണം. ഒന്ന്, ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ഫോക്കസ് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരുപോലുണ്ട്. അത് ഏതാണ്ട് നല്ല നിലയ്ക്ക് പിന്നോട്ടടിപ്പിക്കാനായി. അതിൽ കേരളത്തിൽ ഒന്നൊരു കളങ്കം, കേരളത്തിൽ ആദ്യമായി BJPക്ക് ലോകസഭയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. അതൊരു പ്രശ്നം തന്നെയാണ്. രണ്ട്, നിങ്ങൾ BJPക്കെതിരായ സമരം നടത്തുമ്പോൾ ആ സമരത്തിൻ്റെ മുമ്പിൽ നിർത്തേണ്ടത് SDP ആണോ, ജമായത്തെ ഇസ്ലാമിയാണോ, വെൽഫെയർ പാർട്ടിയാണോ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരെയാണോ? അങ്ങനെ അവരെ മുൻനിർത്തിക്കൊണ്ട് UDF നടത്തിയിട്ടുള്ള ഇപ്പം നേടിയ നേട്ടം ആ നിലയിൽ പോയാൽ അത് BJPയെ കുറെ കൂടെ ശക്തിപ്പെടുത്തുകയല്ലേ? അപ്പോൾ BJPക്കെതിരായ കേരളത്തിൻ്റെ പ്രതിരോധത്തിനകത്ത് SDP-യെയും ജമായത്തെ ഇസ്ലാമിയെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രതിരോധമല്ലേ മതനിരപേക്ഷ ശക്തികൾ നടത്തേണ്ടത് എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പ്രശ്നം ഉയർത്തുന്നുണ്ട്. രണ്ടാമത് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താണ്? കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നവോത്ഥാന കാലം മുതൽ വികസിച്ചു വന്ന ഒരു പൗരമണ്ഡലമുണ്ട്, ഒരു പൊതുമണ്ഡലമുണ്ട്. ആ പൊതുമണ്ഡലമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ബോധം, ഇവിടുത്തെ ഇടതുപക്ഷ ബോധം, ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തുന്ന ബോധം. അതിനെ തിരാകരിക്കുന്ന വിധം നവോത്ഥാന പ്രസ്ഥാനങ്ങളെ റാഞ്ചിക്കൊണ്ടുപോയി RSSൻ്റെ ഭാഗമാക്കുന്ന ഒരു നീക്കം, അതിന് നേരിട്ട് SNDP രംഗത്തിറങ്ങി, അല്ലെങ്കിൽ SNDP ഉപയോഗിക്കപ്പെട്ടു. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത്തരമൊരു കാര്യം ഞങ്ങൾ പരസ്യമായി ഉന്നയിക്കുമ്പോൾ അത് പറയാൻ കോൺഗ്രസ്സിന് തൻ്റെ ഇടമുണ്ടോ? SNDP ഇപ്രകാരം BDJSൻ്റെ മറവിൽ ഒരു സംഘടനാ ശക്തിയോടുകൂടി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെടുന്നത് ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായിട്ട് കൂടി അത് നിർവഹിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ, അതിനെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? BJP ഉണ്ടാക്കുന്ന നേട്ടങ്ങളുടെ പിന്നിൽ കേന്ദ്രാധികാരമുണ്ട്. ആ അധികാരത്തിൽ കേരളത്തിലെ സർക്കാരിനെ തകർക്കാനുള്ള ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ. മറുഭാഗത്ത് എന്താണ്? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ കടന്നു വന്ന് സക്സേന എന്ന് പറയുന്ന ഡൽഹിയിലെ ലെഫ്റ്റനൻറ്റ് ഗവർണർ നടത്തിയിട്ടുള്ള ഇടപെടൽ, അതിൻ്റെ ഭാഗമായി പരസ്യമായി തന്നെ ഇപ്പോൾ BJPയിൽ ചേർന്നിട്ടുള്ള പഴയൊരു നേതാവ് തന്നെ പറയുന്നത്, നിങ്ങളുടെ വിദേശ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ, എന്ത് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ, ഈ തടസ്സം ഞങ്ങൾ മാറ്റിത്തരില്ലേ? ഇങ്ങനെയാണ് പല സ്ഥലങ്ങളിലും പലരും പ്രവർത്തിച്ചത്. ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ട്, ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ചാക്കിൽ കയറ്റുന്ന, ഭയത്തിൻ്റെ ഭാഗമായി സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന BJPയുടെ രാഷ്ട്രീയം. സുരേഷ് ഗോപിയൊക്കെ ഒരു മുഖം മൂടിയാണ്. ആ മുഖം മൂടി മുന്നിൽ ഭയമാണ്. ആ ഭയത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, കേന്ദ്രാധികാരത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ആ അധികാരത്തെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ BJP കേരളത്തെ പരീക്ഷണശാലയാക്കുമ്പോൾ ഇതിനെതിരായ സർവതലസ്പർശിയായ സമരത്തിന് ഞങ്ങൾ മുൻനിൽക്കും. UDF എന്ത് വഹിക്കും എന്നുള്ള ചോദ്യവും ഞങ്ങൾ ഉയർത്തുന്നുണ്ട്. ശരി, അതാണ് CPM ഉയർത്തുന്ന കാര്യങ്ങൾ. ശ്രീ ജിൻഡോ ജോൺ, നല്ല പരാജയമുണ്ടായി എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞത്. പരാജയത്തെ അംഗീകരിക്കുന്നു സാമാന്യമായി. ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കാരണങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കേന്ദ്രത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത കോൺഗ്രസിനായതുകൊണ്ട് BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് കിട്ടി, ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തേത് SDPI, PFI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കക്ഷികൾ ഒരു മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ UDFന് വേണ്ടി പ്രവർത്തിച്ചു. 3 SNDP യോഗത്തിന്റെ നേതൃത്വത്തിലേക്ക് BJP ഒരു ഇൻറോഡ് ഉണ്ടാക്കി, BDJS വഴി. അങ്ങനെ ഈഴവ വോട്ടിൽ വലിയ തോതിലുള്ള ചോർച്ച ഉണ്ടായി. പിന്നെ ക്രൈസ്തവ വോട്ട്, കോൺഗ്രസിന്റെ ക്രൈസ്തവ വോട്ട് ചോർന്നുപോയി BJPയിലേക്ക്. ഇതാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ള 4 കാരണങ്ങൾ. ഈ 4 കാരണങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അഭിലാഷേ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷന് തോൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഭരണ മുന്നണിയുടെ പാർട്ടി ആ മുന്നണി തോക്കുമ്പോൾ അതിന് കാരണം പറയുന്നത്, ഇവരുടെ കാരണങ്ങൾ കേട്ടാലേ നമുക്ക് ഏറ്റവും തമാശ തോന്നാം. നമ്മൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്ത കുറേ കാരണങ്ങൾ. ഒന്നാമത്തെ ഇവർ പറയുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ട് കേന്ദ്രത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കണമെന്നുള്ള പൊതുബോധം കേരളത്തിൽ ഉയർന്നു വന്നു എന്ന. എങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിന്
അതിനു മുമ്പൊക്കെ നമ്മൾ പറഞ്ഞത് അത് തന്നെയല്ലേ? BJPക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് CPM കോൺഗ്രസിനെതിരായിട്ടുള്ള പോരാട്ടം മാറ്റിവെച്ച് BJPക്കെതിരെ പോരാടണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്, കൂടുതൽ ശക്തി കൊടുത്തത്. ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിലേക്ക് അടക്കം ആളുകളെ വിടണ്ട എന്ന്, പ്രതിനിധിയെ വിടണ്ട എന്ന് CPM തീരുമാനിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അപ്പോൾ ഇവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലടക്കം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഈ രാജ്യത്ത് ഉണ്ടാകണം, കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു എന്ന് ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലേ? അപ്പോൾ ഇവർക്ക് ഞങ്ങൾ പറഞ്ഞത് അന്ന് കേൾക്കാത്തതിൻ്റെ ഒരു ഭാവമാരാണ് ഇപ്പോൾ കേൾക്കുന്നതെന്ന് വിചാരിക്കും. രണ്ടാമത്തത് SDPI പിന്നെ വേറെ ആരോടൊക്കെ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണ് ഇവർ പറയുന്നത്. PDP എന്ന് പറഞ്ഞ പാർട്ടി LDFന് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. അതിൻ്റെ പുറകെയൊന്നും പോകാൻ ഇവിടെ നേരമില്ലെന്നേ. ഞങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കഴിഞ്ഞ 8-10 വർഷമായിട്ട് നടത്തിയിട്ടുള്ള ജനദ്രോഹ നയപരിപാടികളെക്കുറിച്ച് സംവദിച്ചു, അവരുമായിട്ട് ഇടപഴകി, അവരോട് കാര്യങ്ങൾ പറഞ്ഞു വിശദീകരിച്ചു. ജനങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോയിന്റ്സ് സ്വീകരിച്ചു, ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ജനവിധി ഉണ്ടായി. അതിനെ SDPI ആണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, PDP ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേർതിരിക്കാൻ പറ്റുമോ? ജനങ്ങളാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇവർ പറയുന്നത് ക്രൈസ്തവ വോട്ടുകൾ ചോർന്നു പോയെന്ന്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന മീറ്റിംഗ് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റി അംഗം അടക്കമുള്ള ആളുകൾ വന്ന് പറയുകയാണ് ക്രിസ്ത്യാനികളുടെ വോട്ട് ചോർന്നുപോയി, SNDPയുടെ വോട്ട് ചോർന്നുപോയി, മുസ്ലിങ്ങളുടെ വോട്ട് ചോർന്നുപോയി. ജാതിയും മതവും പറയാതെ ഇവരൊക്കെ ജാതിയും മതം നോക്കിയല്ല വോട്ട് മാറിപ്പോകുന്നത്. ഇവർക്ക് പെൻഷൻ കൊടുത്തോ, ഇവർക്ക് നിങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ വിലക്കുറവിൽ സാധനങ്ങൾ കൊടുത്തോ, കേരളത്തിലെ വലിയ വിലവർദ്ധനവിനെ പിടിച്ചു നിർത്താൻ സാധിച്ചോ? ഇവിടെ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി 1,05,00,000 ആഡംബര വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ ചായക്കടകൾ പൂട്ടിയിടണമെന്ന്, ഗ്യാസ് സ്റ്റൗ കത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ജീവൻ രക്ഷാപ്രവർത്തനമൊക്കെ നടത്താൻ പോയ DYFIക്കാരെ നിലക്കി നിർത്താത്തതിന്റെ പാപഭാരം ഇവിടുത്തെ ക്രൈസ്തവരുടെയും SNDPക്കാരുടെയും ഈഴവരുടെയും മുസ്ലിങ്ങളുടെയും തലയിൽ വെച്ച് കെട്ടാതെ ഇതിന്റെ ഉത്തരവാദിത്തം CPMന് തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഏറ്റവും തമാശകരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണെന്നറിയോ? ജനങ്ങളുടെ മനോഭാവം വേണ്ടത്ര മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. രണ്ടാമത്താണ് അതിനോട് കൂട്ടി വായിക്കേണ്ടത്, ജനങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ ഞങ്ങൾ തിരുത്തുമെന്ന്. ഇപ്പോൾ ഇവർ പറയുന്ന ജനങ്ങൾക്കാണ് തെറ്റിദ്ധാരണ ഉണ്ടായെന്ന. CPMന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ഇവരുടെ സർക്കാരിന് ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല, ഒരു നയപരിപാടി ഇവർ തിരുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ജനങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ തിരുത്തുമെന്ന്. എവിടെ? ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞൊരു കാര്യമില്ലേ, കോൺഗ്രസ് തയ്യാറുണ്ടോന്ന് SNDPയെ തിരുത്തണം, LDFന് അനുകൂലമായിട്ടുള്ള പൗരബോധം ഉയർത്താൻ കോൺഗ്രസ് തയ്യാറുണ്ടോന്ന്. സംസാരം കേട്ടാത്തൊന്നും കോൺഗ്രസിന്റെ KPCC യോഗമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കൂടിയത്. ഞങ്ങൾ 18 സീറ്റിലും തോറ്റു, പിണറായി വിജയന്റെ മുന്നണി 18 സീറ്റിലും ജയിച്ചു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഞങ്ങൾ തിരുത്തണമെന്ന് പറയാം. 10-18 സീറ്റിൽ തോറ്റു നിൽക്കുന്ന 19 സീറ്റിൽ തോറ്റു നിൽക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് വന്നിട്ട് പറയാം കോൺഗ്രസ് തിരുത്തണമെന്ന്. നിങ്ങൾ എന്താണ് ഈ തെറ്റ് തിരുത്തുന്നത് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്? ശരി, ഓക്കെ, എന്താണ് തിരുത്തുക എന്ന് CPM വിശദീകരിക്കും. PR ശിവശങ്കർ, BJPയുടെ വളർച്ച CPM ഗൗരവതരമായി കാണുന്നു. 19.2% BJPയുടെ വോട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഇടതുപക്ഷത്തിന്റെ വോട്ട് ബേസായ MP ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ നട്ടല്ലായ ഈഴവ വോട്ട് ബാങ്കിലേക്ക് BJP കടന്നു കയറി. രണ്ട്, കോൺഗ്രസിന് അനുകൂലമായി പോൾ ചെയ്തുകൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് പോയി. ഈ രണ്ട് ഫാക്ടേഴ്സാണ് BJPയുടെ വോട്ട് വിഹിതം ഉയർത്തിയത് എന്നാണ് പൊതുവെ CPM നിരീക്ഷിക്കുന്നത്. യോജിക്കുന്നുണ്ടോ? അഭിലാഷ്, ഞാൻ ഈ ചർച്ചയുടെ ഈ ഭാഗത്തേക്ക് അഭിലാഷ് അടക്കം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ അഭിലാഷിനോട് എനിക്കുള്ള ഒരു എതിർപ്പ്, താങ്കൾ ഈ ചർച്ചയിൽ ചില കാര്യങ്ങൾ കേൾക്കാതെ പോയി, അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ എതിർത്തില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമായി പറയട്ടെ. ഒന്ന്, നമ്മളിപ്പോൾ ശ്രീ അനിൽകുമാർ ഇപ്പോൾ ഇടതുപക്ഷ അവബോധം, അതുപോലെ തന്നെ മതനിരപേക്ഷ ബോധം കേരളത്തിൻ്റെ എന്നെല്ലാം പറഞ്ഞിട്ട് ഇത്ര ഒരു മതത്തെയും അല്ലെങ്കിൽ മറ്റൊരു ജാതിയെയും ഇത്ര അപമര്യാദയായി, ഇത്ര മോശമായി പറഞ്ഞതിനെ താങ്കൾ പോലും നിശബ്ദത കൊണ്ട് അംഗീകരിച്ചത് എനിക്ക് വളരെ വിഷമമുണ്ട്. നോക്കൂ, അദ്ദേഹം പറഞ്ഞതെന്താ? ക്രൈസ്തവരെ അവഹേളിക്കുന്ന തരത്തിൽ ക്രൈസ്തവ സഭകൾ അവരുടെ വിദേശ അക്കൗണ്ടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അത്തരം അക്കൗണ്ടുകളെ കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തി ഒരു ലഫ്റ്റനന്റ് ഗവർണർ വന്നിട്ട് BJPക്ക് വേണ്ടി വോട്ട് മേടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ക്രൈസ്തവ സഭയെയും ബിഷപ്പുമാരെയും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? താങ്കൾ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ ഇടതുപക്ഷ ബോധം എവിടെയാപ്പോൾ? മതനിരപേക്ഷ ബോധം ഉണ്ടോ ഇതിനകത്ത്? അപ്പോൾ ഈ ഒരു ക്രൈസ്തവ സഭയെ അവരുടെ വിദേശ അക്കൗണ്ടുകൾ പണത്തിന് വേണ്ടിയിട്ടാണ് ക്രൈസ്തവ സഭ നിലകൊള്ളുന്നത് എന്നു തരത്തിലുള്ള നീചമായ, ഏറ്റവും നീചമായ അവരുടെ മതത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന, അവരുടെ മത നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്ന ഈ വാചകം
ദയവായി അനിൽകുമാർ തിരുത്തണം. അനിൽകുമാറിന് തിരുത്തുക എന്നുള്ളതൊരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് താങ്കൾ തിരുത്തുമെന്നും അല്ലെങ്കിൽ മാപ്പ് ഈ ചാനൽ ചർച്ചയിൽ വെച്ച് തന്നെ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു ആവശ്യമാണ്. കാരണം ക്രൈസ്തവരോട് അവരുടെ ഒരു വിദേശ അക്കൗണ്ട് കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി വോട്ടുകൾ മേടിച്ചു എന്നൊക്കെ പറയുന്നത് ക്രൈസ്തവരെയും ബിഷപ്പുമാരെയും ഏറ്റവും മ്ലേച്ഛമായി അധിക്ഷേപിക്കുന്നതിലുമാണ് താങ്കളുടെ പാർട്ടിയുടെ നയം. എനിക്കറിയാം താങ്കളുടെ CPM-ന്റെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ കാര്യം എനിക്കറിയാം, വിവരദോഷി എന്ന് അടക്കം പറഞ്ഞത്. ആ സ്റ്റാൻഡേർഡിലേക്ക്, ആ നിലവാരത്തിലേക്ക് താങ്കൾ താഴരുതാഞ്ഞു. പ്രത്യേകിച്ച് ചാനൽ ചർച്ചയിൽ അത് പറയരുതാഞ്ഞു. താങ്കളത് മാപ്പ് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2, താങ്കൾ പറഞ്ഞ അടുത്ത കാര്യം നിങ്ങളും പറഞ്ഞതാണ്, ഇവിടെ BJP ജയിക്കുന്നത് കേരളത്തിന് കളങ്കമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അപകടകരമായ സാധ്യത എന്നാണ്. താങ്കളുടെ പാർട്ടി അല്ലാതെ മറ്റാര് വിജയിച്ചാലും, CPM അല്ലാതെ മറ്റാര് വിജയിച്ചാലും അത് മതേതര ബോധത്തിൻ്റെ ഒരു കുറവ് കൊണ്ടാണ്, കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ഇടതുപക്ഷ ബോധത്തിൻ്റെ കുറവാണ് എന്നൊക്കെ കാണുന്നത് ആപൽക്കരമായ ഒരു മാനസിക പ്രതിസന്ധിയാണ്. താങ്കളത് ചിന്തിക്കണം. ഞങ്ങളല്ലാതെ മറ്റാരും വിജയിക്കരുത് എന്നുള്ളത് താങ്കളുടെ രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ ഫാഷിസത്തിൻ്റെ തുടക്കമാണ്. മറ്റാര് വിജയിച്ചാലും അത് കളങ്കമാണ്, അപകടകരമാണ് എന്നുള്ളതൊരു മാനസിക നിലയുടെ പ്രശ്നമാണ്. താങ്കൾ തന്നെ നിശ്ചയിക്കൂ, അത്തരം ബോധമാണോ ജനാധിപത്യത്തിന് ഗുണകരമെന്നത് താങ്കൾ നിശ്ചയിക്കുക. അടുത്ത താങ്കളുടെ പാർട്ടിയുടെ നയമാണ്, അത് അതിലും വിചിത്രമാണ്. തോൽവിയെ മറികടക്കുവാനായിട്ട് ബഹുജന കൂട്ടായ്മ ഉണ്ടാക്കും. ബഹുജന കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ തോറ്റത്? ബഹുജന കൂട്ടായ്മയിൽ നിങ്ങൾ നൽകിയ ഒരു വാർത്തകളുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ നയമുണ്ടല്ലോ, ആ നയത്തെയല്ലേ അവർ എതിർത്ത് പറഞ്ഞത്. അതുകൊണ്ടല്ലേ എതിർത്ത് വോട്ട് ചെയ്തത്. അപ്പോൾ ബഹുജന കൂട്ടായ്മ ഉണ്ടായിട്ട് കാര്യമില്ല. നയം മാറ്റേണ്ടത് പാർട്ടിയാണ്. നിങ്ങളുടെ ഭാഷ മാറ്റണം, നിങ്ങളുടെ നരേഷൻ മാറ്റണം, നിങ്ങൾക്ക് ജനങ്ങളോടുള്ള താല്പര്യങ്ങൾ മാറ്റണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നയപരമായ കാര്യങ്ങൾ മാറ്റണം, അടിമുടി മാറ്റണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞത് SNDP നേതാവിനെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അടക്കം എത്ര മോശമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. അദ്ദേഹം ഫാസിസ്റ്റ് ചിന്താഗതിയിലേക്ക് മാറുന്നു, അദ്ദേഹം BJP-യുടെ തടങ്കൽ പാളയത്തിലാക്കുന്നു, അദ്ദേഹം RSS-ന്റെ ഹിന്ദു വർഗീയത ഇതിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ നിരന്തരമായി ഈ ചർച്ചയിൽ 7 പ്രാവശ്യമെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ബഹുമാനപ്പെട്ട SNDP ജനറൽ സെക്രട്ടറിയുടെ പേര് നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും താങ്കളും ഉപയോഗിച്ചില്ലേ? ഇത് മറ്റു ചില മതങ്ങളുടെ നേതാക്കളുടെ പേര് താങ്കൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളുടെ പേരുകൾ നിരന്തരം പറയും. സത്യത്തിൽ ഇത് തന്നെ തെറ്റല്ലേ? കഴിഞ്ഞ 2019 നിങ്ങൾക്ക് 1 സീറ്റല്ലേ കിട്ടിയുള്ളൂ. അന്ന് ഈ പറയുന്ന SNDP വെള്ളാപ്പള്ളി നടേശൻ്റെ അടക്കം നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ? നിങ്ങളുടെ കൂടെ മറ്റു പലരും ഇന്ന് ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ തോറ്റില്ലേ? അപ്പോൾ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ഒരു പഴയ കഥയെ കൂടി ഞാൻ പറഞ്ഞു തരാം. പഴയൊരു ബദൽ രേഖയുടെ ഒരു കഥയുണ്ടല്ലോ. 1984 ശ്രീ EMS നമ്പൂതിരിപ്പാട് തിരുവനന്തപുരത്ത് BJP അല്ലെങ്കിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തെത്തിയപ്പോൾ അതിനെ വളരെ വിഷമത്തോടെ കണ്ടുകൊണ്ട് നീണ്ട പ്രസംഗങ്ങളും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇന്ന് മാതൃഭൂമിയിൽ അതിനെക്കുറിച്ച് ലേഖനമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ പറഞ്ഞത് സവർണ ഹിന്ദു സമുദായം മുഴുവൻ BJP എടുത്ത് പോകുന്നു. ഇപ്പോഴിതാ നിങ്ങൾ തന്നെ പറയുന്നു ഈ ഒരു ഈഴവ സമുദായവും അല്ലെങ്കിൽ മറ്റുള്ള സമുദായങ്ങൾ മുഴുവൻ പോകുന്നു, കൂടെ ക്രിസ്ത്യാനികളും പോകുന്നു. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് മുഴുവൻ ആളുകൾ പോകുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അതിന് SNDP സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാറിനെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്ന ചില അക്കൗണ്ടുകളുടെ, അതായത് ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവൻ വിദേശത്ത് നിന്ന് വരുന്ന പണത്തിൻ്റെ ഭാഗമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക മതബോധത്തിൻ്റെ ഭാഗമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇത് എന്തു തരം മലയാളികളെയും കേരളീയരെയും ക്രിസ്ത്യാനികളെയും SNDP പ്രവർത്തകരെയും എത്ര മോശമായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത്? ഇത് തന്നെയാണ് നിങ്ങളുടെ അവർ വിരിഞ്ഞു പോകുന്നത്. നിരന്തരമായി ഇത്തരത്തിലുള്ള ദളിത് പിന്നോക്ക വിഭാഗത്തെയും ഒരു ന്യൂനപക്ഷത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെയും നിരന്തരമായി അധിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 80-20 അടക്കം ഇതുപോലെ ന്യൂനപക്ഷ ചെയർമാന്റെ അടക്കം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത്. അതിനെ പ്രത്യേകിച്ച് CPM-ന്റെ കൂടേണ്ട ആവശ്യമില്ല. അനിൽകുമാറിന്റെ വാക്ക് തന്നെയാണ്. അനിൽകുമാർ മാപ്പ് ഒരിക്കൽ കൂടി പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടും. ശരി, ഓക്കെ. NM പിയേഴ്സൺ, CPM കണ്ടെത്തിയിരിക്കുന്ന കാരണങ്ങൾ താങ്കൾക്ക് ദഹിക്കുന്നതാണ്. ഒന്ന്, സർക്കാരിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങൾ സംബന്ധിച്ചും പരിശോധന നടത്തും, സർക്കാരിന്റെ മുൻഗണനാക്രമം നിശ്ചയിക്കും, ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് കിട്ടാതിരുന്നത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് അവർ വിലയിരുത്തുന്നു. ഒപ്പം ഇതര കാരണങ്ങളായി കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുള്ള പാർട്ടി എന്നുള്ള നിലയിലാണ് CPM-ൽ നിന്ന് വിഭിന്നമായി അവർക്ക് വോട്ട് കിട്ടിയത് എന്നും മുസ്ലിം സംഘടനകളുടെ പിന്തുണ, SDPI, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ പിന്തുണ ആ തരത്തിലുള്ള വലിയ വിജയത്തിൽ നിർണായകമായി എന്നുള്ളതും SNDP യോഗം സംഘടന
വഴി തന്നെ വോട്ടുകൾ BJP-യിലേക്ക് പോയി എന്നുള്ളതും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വോട്ടുകൾ ചോർന്ന് BJP-ക്ക് അനുകൂലമായി മാറി എന്നുള്ളതും താങ്കൾ യോജിക്കുന്ന കാര്യങ്ങളാണോ? അല്ല, അത്തരം കാര്യങ്ങളെല്ലാം ശരിയാണ്. അത്തരം കാര്യങ്ങൾ ശരി എന്ന് പറയുമ്പോൾ അത് ഒരു വശം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. CPM എന്തുകൊണ്ടാണ് ജനവിരുദ്ധമായിട്ടുള്ള ഘട്ടങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത പാർട്ടിയായിട്ട് മാറിത്തീരുന്നത് എന്ന് പരിശോധിക്കുന്നത് CPM-ൻ്റെ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ടാണ്. ക്രൈസ്തവർ BJP-യുടെ കൂടെ പോകുന്നതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും. വെള്ളാപ്പള്ളി നടേശൻ BJP-യിലേക്ക് പോകാനും അദ്ദേഹത്തിൻ്റെ മകനെ അങ്ങോട്ട് ആനയിക്കാനും BDJS എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കാനും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അതൊന്നും CPM-മായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അതേപോലെ തന്നെ SDPI, അതേപോലെ ജമാഅത്തെ ഇസ്ലാമി, അവരൊക്കെ അവരുടെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സുമായിട്ട് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് CPM എന്തിന് തോൽക്കണം? CPM തോൽക്കുന്നത് CPM-ൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് യഥാർത്ഥത്തിൽ CPM വിലയിരുത്തുന്നതിൽ വരുത്തിയിരിക്കുന്ന പാളിച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM, അതായത് CPM മാത്രമല്ല, ആരും BJP തോൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ BJP-യാണ്. കോൺഗ്രസ് തോൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ കോൺഗ്രസ്സുകാരാണ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഞങ്ങൾ തോൽക്കുന്നത് എന്ന് ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ, ഒരു സ്ട്രക്ചറിൻ്റെ, അതൊരു ഘടനയാണ്, അതൊരു മനോനിലയാണ്, അല്ലെങ്കിൽ മനോഘടനയാണ്. ആ മനോഘടനയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ നടത്തുമ്പോഴാണ് മറ്റുള്ളവരുടെ മേൽ കാരണങ്ങൾ ചാരുകയും ആ കാരണത്തിൻ്റെ പേരിലാണ് തങ്ങൾക്കിതെല്ലാം സംഭവിച്ചത്, തങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. ആ വിലയിരുത്തലുകൾ കൊണ്ട് ഒരു പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അവർ എന്ത് ഓഫറാണ് സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കുന്നത്, എന്ത് പ്രത്യയശാസ്ത്രമായിട്ടുള്ള നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത്, രാഷ്ട്രീയമായ കാഴ്ചപ്പാട് എന്താണ് അവരുടേത്, ആ കാഴ്ചപ്പാടുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടോ, അവിടെ എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, ആ വീഴ്ചകളാണ് അവർ പരിശോധിക്കേണ്ടത്, ആ വീഴ്ചകളാണ് അവർ തിരുത്തേണ്ടത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഓരോ ദിവസവും നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ജനവിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനായിട്ട് ആ പാർട്ടി തയ്യാറാണോ? ജനവിരുദ്ധമാണ് എന്ന് എല്ലാ മേഖലയിൽ നിന്നും ആളുകൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാനും അത് തിരുത്താനുമുള്ള ഉത്തരവാദിത്വമാണ് ആ പാർട്ടി ചെയ്യേണ്ടതായിട്ടുള്ള പ്രത്യേകപ്പെട്ട കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെയാണ് ആ പാർട്ടി നിലകൊള്ളുന്നത് ഏത് വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്? അവശർക്കും ആർത്തർക്കും വേണ്ടി നിലനിൽക്കുന്നതായിട്ടുള്ളൊരു പാർട്ടി ഈ ഭരണകാലഘട്ടങ്ങളിൽ അവർക്ക് വേണ്ടിയാണോ നിലനിന്നിരുന്നത്? അല്ല എന്ന് അവർക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് തിരുത്തേണ്ടത്. തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലനിൽക്കേണ്ടതായിട്ടുള്ള പാർട്ടി തൊഴിലാളി വർഗ ആശയങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അതോ അവർ മുതലാളിയുടെ കൂട്ടുകച്ചവടക്കാരായിട്ട് എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ, എവിടെയെങ്കിലും അവർ അഴിമതിക്കാരായി മാറിയിട്ടുണ്ടോ? അതൊക്കെ പരിശോധിക്കുകയും അതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. മതേതര രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നതായിട്ടുള്ള ഒരു പാർട്ടി മതപ്രീണനത്തിന് വേണ്ടി എവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്തുക. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ എവിടെയൊക്കെയാണ് തകരാറുകൾ ഉണ്ടായിട്ടുള്ളത്, എവിടെയൊക്കെയാണ് കളങ്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്, എവിടെയൊക്കെയാണ് വൻ പാളിച്ചകൾ ഉണ്ടായിട്ടുള്ളത്, ആ പാളിച്ചകൾ കണ്ടെത്തി തിരുത്തി കഴിഞ്ഞാൽ മാത്രമാണ് ആ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഞാനിത് പൊതുവായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാര്യങ്ങൾ മുന്നിൽ വെച്ച് പറയുകയാണ് ചെയ്യുന്നത്. അവരെല്ലാം നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്, അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അതേ പ്രവർത്തനമാണോ അവർ നടത്തുന്നത് എന്ന് ജനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ജനങ്ങൾക്കതിൽ സംശയം വരുന്ന സമയത്ത്, ജനങ്ങൾക്കതിൽ ശരിയല്ലെന്ന് തോന്നുന്ന സമയത്ത് അവർ ആ പാർട്ടിക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കും എന്നുള്ളത് എല്ലാ പാർട്ടികളും തിരിച്ചറിയേണ്ടതാണ്. കാരണം BJP യഥാർത്ഥത്തിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ജനങ്ങൾ അവർക്കെതിരെ വോട്ട് ചെയ്തത്? അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അവരുടെ ഐഡൻറ്റിറ്റിക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ അവർ പ്രവർത്തിച്ചു എന്ന് അതിൻ്റെ അണികൾക്ക് തോന്നുകയും അണികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള പാർട്ടിയല്ല എന്ന് അതിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്താണ് അവരെതിരെ തിരിയുന്നത്. CPM-ൻ്റെ സ്ഥിതിയും അത് തന്നെയാണ്. CPM എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടി പ്രവർത്തിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയാണ് അത് നിലകൊണ്ടിരുന്നത്? അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ അണികളെങ്ങും പോകാതിരിക്കുകയുള്ളൂ. അതിൻ്റെ അണികൾ പോകുന്നതിൻ്റെ കാരണങ്ങളാണ് അവരെ അന്വേഷിക്കേണ്ടത്.
ഈഴവർ പോയോ, മുസ്ലിങ്ങൾ പോയോ, ക്രിസ്ത്യാനികൾ പോയോ, മറ്റാരെങ്കിലും പോയോ എന്ന് പറയുന്ന ചർച്ച തന്നെ വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ആ ചർച്ചകളെല്ലാം തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള മതപ്രീണനത്തിൻ്റെയും മതരാഷ്ട്രീയത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയാണ്. ഇത് CPM-നെ ഒരു വേറിട്ട പ്രസ്ഥാനമായി മാറ്റുന്നില്ല എന്നുള്ളവർ കാണേണ്ടതാണ്. BJP പച്ചക്ക് പറയുന്നതായിട്ടുള്ള മതരാഷ്ട്രീയം CPM ഒളിച്ചു കിടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസും അതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ സമീനമായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു പ്രത്യേകമായിട്ടുള്ള അടിത്തറയിൽ നിന്നുകൊണ്ട്, മതരാഷ്ട്രീയത്തിൻ്റെയും ജാതി രാഷ്ട്രീയത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതജടിലമായിട്ടുള്ള രാഷ്ട്രീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ മുഖ്യമായിട്ടുള്ള പങ്കാളിയായിട്ട് CPM മാറുന്നതാണ് ആത്യന്തികമായിട്ട് ഈ തിരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാലത്തും ആ പാർട്ടി നേരിടുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ദൗർബല്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് തിരുത്തേണ്ടത്. ആ തിരുത്താൻ അതിൻ്റെ ഭാഗത്ത് നിന്നിരിക്കുന്ന വീഴ്ചകളാണ് തിരുത്തപ്പെടേണ്ടത്. മറ്റു പാർട്ടികളുമായിട്ട് ഒരു കാരണവശാലും അതിനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ അനിൽകുമാർ, അവിടെ ഒരു വാലിഡ് പോയിന്റ് ഉണ്ട്. ഇപ്പോൾ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും UDF-ന് വേണ്ടി പ്രവർത്തിച്ചു. അത് അവരുടെ സൗകര്യമല്ലേ? അവർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമായിരുന്നോ? അങ്ങനെയാണെങ്കിലാണോ LDF ജയിക്കുക? SNDP യോഗ നേതൃത്വത്തിലേക്ക് BJP-യുടെ അജണ്ടകൾ നുഴഞ്ഞു കയറി. അതിപ്പോൾ SNDP യോഗം എന്നുള്ള സംഘടനയാണ്. SNDP യോഗത്തിന് LDF-ന് ജയിപ്പിക്കാനുള്ള ബാധ്യതയൊന്നുമില്ലല്ലോ. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാം. ക്രൈസ്തവ സഭകളുടെ വോട്ടുകൾ താങ്കൾ പറഞ്ഞതുപോലെ ലഫ്റ്റനന്റ് ഗവർണർ വന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ക്രൈസ്തവ സമൂഹത്തിന് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ നിങ്ങളെ ജയിപ്പിക്കേണ്ട ബാധ്യത ക്രൈസ്തവ സഭയ്ക്കും SNDP-ക്കും പിന്നെ SDPIക്കും PFIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ഒന്നും അല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കേണ്ടതായിരുന്നു. ജയിച്ചില്ല, ജനങ്ങൾ വോട്ട് ചെയ്തില്ല. ഹലോ, കേൾക്കുന്നില്ല? കേൾക്കാമോ? കേൾക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 10 കൊല്ലമായി ഇന്ത്യയിൽ അധികാരത്തിലിടുന്ന നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ നടപ്പാക്കിയത് വർഗീയവൽക്കരണമാണ്. ആ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കടുത്ത മതപരമായ വേട്ടകൾ, ഭിന്നതകൾ, അതിൻ്റെ ഭാഗമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും കേരളത്തെ ബാധിക്കത്തില്ല, കേരളത്തിലെ സമൂഹത്തെ ബാധിക്കത്തില്ല, മനുഷ്യൻ്റെ തലച്ചോറിനെ ബാധിക്കത്തില്ല. ഇതിനൊന്നും പെടാതെ മാർക്സിസ്റ്റ് പാർട്ടി വേറെ ഏതോ ദന്തഗോപുരത്തിലാണ് ജീവിക്കുന്നത്, നിങ്ങളിങ്ങനെ കഴിഞ്ഞാൽ മതി എന്നാണല്ലോ ഇവിടെ ഒരു ആൾ ഞങ്ങളെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് വർഗീയവൽക്കരണം നടന്നിരിക്കുകയാണ്. അതിനെതിരായി ജീവൻ മരണ സമരത്തിലാണ് ഇവിടുത്തെ മതനിരപേക്ഷ രാഷ്ട്രീയവും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരും അതോടൊപ്പം വിവിധങ്ങളായ വേട്ടയാടപ്പെട്ട മതങ്ങളും. അതിൽ ന്യൂനപക്ഷ മതക്കാരുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്താണിപ്പോൾ? ഈ കേരളത്തിൽ തന്നെ വളരെ ബോധപൂർവം BJP മുസ്ലിം വിരോധം എന്ന് പറയുന്നത് ഒരു അജണ്ടയാക്കി മാറ്റി അതിൻ്റെ മുന്നിലും ക്രൈസ്തവ മതവിഭാഗത്തെ നിർത്താൻ വേണ്ടി എത്രയോ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തന്നെ നമ്മൾ കേൾക്കുന്നതിലെ പേരുകളുണ്ടല്ലോ. ഇവിടെ ഞാനെന്തോ തെറ്റായ കാര്യം പറഞ്ഞു എന്ന് BJP-യുടെ പ്രതിനിധി പറഞ്ഞു. നിങ്ങളുടെ പൂഞ്ഞാറിൽ നിന്നുള്ള മുൻ MLA നിങ്ങളുടെ പാർട്ടി ചേർന്നു. നിങ്ങളുടെ BJP സ്ഥാനാർത്ഥിയോടൊപ്പം അദ്ദേഹം ഒരു പരിപാടി പങ്കെടുക്കുന്നു. അവിടെ ഒരാൾ ഞങ്ങളുടെ വിദേശ നാണയ അക്കൗണ്ടിനെ സംബന്ധിച്ച് പറയുന്നു. ഒരു മതസംഘടനയുടെ പരിപാടിയാണ്. അപ്പോൾ നിങ്ങളുടെ ആൾ പറയുകയാണ്, ഈ ഒരു ഫോൺ കോളിൽ ഞങ്ങളെ അറിയിക്കണ്ടേ? ഞങ്ങൾ ഇക്കാര്യങ്ങൾ ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ സക്സേന എന്തിനാ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഈ കേരളത്തിലെ എല്ലാ അരമനകളിലും വന്നത്? എന്താ നിങ്ങളുടെ പരിപാടി? ഒരു സാധാരണ രാഷ്ട്രീയ പ്രക്രിയയാണോ? ഒരു ഗവർണർക്ക് എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള വകുപ്പ്? ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം അല്ലേ, നിയമവ്യവസ്ഥയല്ലേ? നരേന്ദ്രമോദിയുടെ 10 കൊല്ലക്കാലം ഭയങ്കര ജനാധിപത്യമായിരുന്നു. എല്ലാം നിയമവ്യവസ്ഥയെല്ലാം കൃത്യമായിരുന്നു. ഇതാണോ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് ഞാൻ ഇവിടെ മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ മാപ്പ് പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. BJP ഇവിടെ ചെയ്യുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് മറന്നുപോയോ? പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ബിഷപ്പുമാരെ 6 പേര് ചെന്ന് നിവേദനം കൊടുത്തത് എന്തായിരുന്നു വിഷയം? ഇവിടുത്തെ നിരവധിയായ മതമേലധ്യക്ഷന്മാരുടെ പേരിൽ ED-യെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ പുതിയൊരു കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അതെന്തായി? എവിടെ പോയി? ഇടതുപക്ഷത്തെ മാത്രമല്ല വേട്ടയാടുന്നത്, ആരെയൊക്കെ വേട്ടയാടുന്നുള്ള നമുക്ക് പുറകെ പോകാം. അതുകൊണ്ട് BJP ഈ പരിപാടിയെല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നിട്ട് സുരേഷ് ഗോപി വെറുതെ ഊഞ്ഞാലിലാടി ജയിച്ചു ഒന്നുമല്ല.
അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് CPM നിലപാട് സ്വീകരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുമ്പോൾ അയ്യോ CPM അങ്ങ് തോറ്റു. കർണാടകത്തിൽ കോൺഗ്രസ് തോറ്റോ ജയിച്ചോ? ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് തോറ്റോ ജയിച്ചോ? ഡൽഹിയിൽ അല്ല, പഞ്ചാബിൽ എങ്ങനെയായിരുന്നു? പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി കൂടെ ഏറ്റുമുട്ടി. നിങ്ങളെന്താ പറഞ്ഞത്? കെജ്രിവാളിന് വേണ്ടി രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ പഞ്ചാബിൽ കെജ്രിവാളിൻ്റെ പാർട്ടിക്കെതിരായിട്ടാണ് രാഹുൽ ഗാന്ധി. പഞ്ചാബിൽ ഇല്ല, ഇന്ത്യ മുന്നണി. കർണാടകയിൽ 99-ന് ശേഷമുള്ള ഏറ്റവും മികച്ച സംഖ്യയാണ് കോൺഗ്രസിന്റെ സീറ്റ്. അതെ, ഞാൻ സമ്മതിച്ചു. പ്രശ്നം എന്താണ്? മധ്യപ്രദേശിൽ അതില്ല, ഹിമാചൽ പ്രദേശിൽ അതില്ല, ദില്ലിയിൽ അതില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഒരുമിച്ച് നിൽക്കുന്ന ഡൽഹിയിൽ ഒരു തരംഗവും ഇല്ല. പിന്നെ ഇവിടെ മാത്രം തരംഗം ഉണ്ടാകും എന്ന് പറഞ്ഞാലോ? ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് ദേശീയമായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ എഡ്ജ് ഉണ്ടായി. അത് ഞങ്ങൾ സത്യസന്ധമായിട്ട് തുറന്നു പറയുകയല്ലേ ചെയ്യുന്നത്. അത് ഞങ്ങളുടെ സത്യസന്ധതയല്ലേ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? SDPIക്ക് CPMന് വോട്ട് ചെയ്യേണ്ട എന്നല്ലേ ഞങ്ങൾ SDPക്കാരോട് പറഞ്ഞത്. എന്തുകൊണ്ട് SDPയുടെ വോട്ട് വർജ്യമാണ്? എന്തുകൊണ്ട് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുടെ വോട്ട് വർജ്യമാണ്? അത് വർജ്യമാണെന്ന് പറയാൻ കാരണം, നിങ്ങളെ കൂട്ടിയാണ് മോദിയെ തോൽപ്പിക്കാൻ പോകണമെങ്കിൽ മോദി തോക്കുകയല്ല, മോദി ശക്തിപ്പെടുക ചെയ്യുക. അതിന് കാരണം എന്താണ്? മതരാഷ്ട്രീയമാണ്. അതേ മതരാഷ്ട്രീയം ഈ SDPI ഏകപക്ഷീയമായി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ച ശേഷം കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞു, വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, SDPയുടെ വോട്ട് SDPIയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞു. അല്ലല്ല, അതൊക്കെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് നമുക്കറിയാമല്ലോ. അപ്പൊ SDPയുടെ വോട്ട് എവിടെയായിരുന്നു? അപ്പൊ SDPയുടെ വോട്ടൊക്കെ കോൺഗ്രസിന് കിട്ടി. ഞങ്ങൾ പരസ്യ നിലപാടാ പറയണത്. ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഇത്തരം കാര്യമുള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട പിയേഴ്സൺ പറഞ്ഞ പോലെ ഞങ്ങളൊരു മുതലാളിത്തത്തിൻ്റെ പുറകെ പോയിട്ടില്ല. ഈ കേരളത്തിനകത്ത് 8 കൊല്ലത്തിനൊക്കെ ഞങ്ങൾ ഏത് കോർപ്പറേറ്റ് മുതലാളിയാണ് പ്രൊമോട്ട് ചെയ്തത്? വിഴിഞ്ഞം ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അതല്ലാതെ എന്താ ഉള്ളത്? ഞങ്ങൾ സ്കൂൾ നന്നാക്കിയത് പാവപ്പെട്ടവന് വേണ്ടിയല്ലേ? ഞങ്ങൾ ആശുപത്രി നന്നാക്കുന്ന പാവപ്പെട്ടവന് വേണ്ടിയല്ലേ? അതിൽ കുറവുകൾ വന്നു എന്നുള്ളത് സത്യം. ആ കുറവുകൾ പിണറായി വിജയൻ്റെ പ്രവർത്തന ദോഷം കൊണ്ടല്ല, കേന്ദ്രം ഉണ്ടാക്കിയ തടസ്സം കൊണ്ടാണ്. ഇതേ പിണറായി വിജയൻ മര്യാദയ്ക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോയി. ഈ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രം പിടിമുറുക്കി, തടസ്സങ്ങളുണ്ടാക്കി. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിയേഴ്സൺ പറയുന്ന പോലെ ഞങ്ങൾ മുതലാളിത്തത്തിൻ്റെ പുറകെ പോവുകയല്ല ചെയ്തത്. ശരി, ഞങ്ങൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് 900 കാര്യങ്ങളുടെ പ്രകടന പത്രിക വെച്ചത്. അത് നടപ്പാക്കും. അങ്ങനെ പറയുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്ന കാര്യം എന്താണ്? ജനദ്രോഹം. ഞങ്ങൾ അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യം, കേരളത്തിലെ LDF സർക്കാരിനേക്കാൾ മികച്ച ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ നിങ്ങൾ കാണിച്ചു തരണം. ഞങ്ങൾ അത്രേ അവരോട് അപേക്ഷിക്കുന്നുള്ളൂ. കാരണം കർണാടക കാണിച്ചോ, വേറൊരു ഗവൺമെൻറ് കാണിച്ചോ. ഇവിടെ 2 വാക്കുകൾ പറഞ്ഞു. ആ വാക്കിനോട് മറുപടി പറയാൻ എന്നെ അനുവദിക്കണം. ഒന്ന്, 10 കൊല്ലത്തെ ജനദ്രോഹമാണ് കോൺഗ്രസിൻ്റെ വാക്ക്. രണ്ടാമത്തതോ, കൂട്ടുകച്ചവടം, അഴിമതി. ബഹുമാനപ്പെട്ട പിയേഴ്സനോട് പറയുന്നു, ഒരു കൂട്ടുകച്ചവടവും കേരളത്തിലില്ല. നിങ്ങൾ കൂട്ടുകച്ചവടം ഉണ്ടേ വെല്ലുവിളിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾ വെളിപ്പെടുത്തൂ. ഒരു മുതലാളിയുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകച്ചവടം ഇല്ല. നിയമപരിശോധനകളിലെല്ലാം ഒരു കൂട്ടുകച്ചവടം ഇല്ല എന്നാണ് കണ്ടത്. ഉണ്ടെന്ന് ആരോപണമുണ്ടായി, കെട്ടുകഥകൾ വന്നു, ഇല്ല എന്നാണ് കണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണ്? അഴിമതി. AI ക്യാമറ അഴിമതി എവിടെ പോയി? ഞങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഒരു അഴിമതി ആരോപണത്തിനും കോടതിയുടെ മുന്നിൽ നിലനിൽപ്പില്ല എന്ന് മാത്രമല്ല, കുഴൽനാടന്മാർ ആ കോടതിയിൽ കേസ് കൊടുത്തിട്ട് ആ കേസിനകത്ത് വന്ന വിധികളെല്ലാം ഇടതുപക്ഷത്തിന്റെ കളങ്കമില്ല എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. ഇതേവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇടതുപക്ഷം പറയുന്നു, അത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കാരണം എന്താണ്? കുഴൽനാടന് തള്ളിപ്പോയ കേസ്, ആ തള്ളിപ്പോയ കേസിനകത്ത് പറയട്ടെ അഭിലാഷേ, തള്ളിപ്പോയ കേസിനകത്ത് കേരളത്തിലെ ഗവൺമെന്റ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കീഴ്ക്കോടതി വിധി വന്നിരിക്കുന്നു. ആ വിധിക്ക് മേലെ കടലാസുണ്ട്, ഹാജരാക്കട്ടെ. ഹൈക്കോടതി പോയി, അത് ഞങ്ങൾക്കൊരു അവസരമല്ലേ? ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിലെന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരിക്കാം. സന്തോഷമാണ്. അതും വരട്ടെ. നമ്മൾ ഇപ്പോഴേ അതിൽ വിധി പ്രഖ്യാപിക്കണ്ടല്ലോ. സന്തോഷത്തോടെ ഞങ്ങൾക്കെതിരെയുള്ളതെല്ലാം കഴിഞ്ഞു. സന്തോഷത്തോടെ വിധി പ്രഖ്യാപിക്കണ്ടല്ലോ. വരട്ടെ. ഒരു വാക്ക് അഭിലാഷ, ഒരു വാക്ക്, ഒറ്റ വാക്ക് ഞാൻ പറയുന്നുള്ളൂ. AI ക്യാമറ, അതുപോലെ K4, ഇപ്പോൾ കുഴൽനാടൻ്റെ കേസ്,
ഈ എല്ലാ കേസുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ഹൈക്കോടതി പോയതിന് കോൺഗ്രസിനോട് നന്ദി പറയുകയാണ്. കാരണം എന്താണ്? ജനങ്ങൾക്ക് കാണാനൊരു അവസരം വരും. മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടുമ്പോൾ, മുഖ്യമന്ത്രി അപമാനിക്കുമ്പോൾ നിയമവഴികളിൽ സത്യമെന്ത്? ഇതുവരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്താണ് സത്യമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ തിരിച്ചു കോടതി പറയാൻ തല കുമ്പിട്ട് സ്വീകരിക്കും. ഞങ്ങൾക്കതിന് മടിയൊന്നുമില്ല. ഞങ്ങൾക്കെതിരെ ആഖ്യാനങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷെ അത് സത്യമല്ല. ശരി, ഓക്കെ ഓക്കെ, അതാണ് CPM-ന്റെ പൊസിഷൻ. ജിൻഡോ ജോൺ ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്ററോട്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോട് മുഖ്യമന്ത്രി ശൈലി മാറ്റണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി മുഖ്യമന്ത്രി എന്തിനാണ് ശൈലി മാറ്റേണ്ടത് എന്നുള്ളതായിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ ശൈലി ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, പണ്ട് മുതലേ മുഖ്യമന്ത്രിയുടെ ശൈലി ഇതാണ്. ആ ശൈലി കൊണ്ടാണ് 2016 മുതലുള്ള 5 വർഷം ഭരിച്ചത്. അതിനുശേഷം 2021 ഇതേ ശൈലിയുള്ള മുഖ്യമന്ത്രിക്ക് കൂടുതൽ സീറ്റോടുകൂടി തുടർഭരണം കിട്ടി. അതുകൊണ്ട് ശൈലി മാറ്റേണ്ട ഒരു കാര്യവുമില്ല എന്ന് CPM തീരുമാനിക്കുന്നു. 1. 2, മാധ്യമങ്ങൾ പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് കടന്നാക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഒരു തരത്തിൽ ജനങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകാം. ഇതാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ CPM വിലയിരുത്തുന്നത്. എന്ത് തോന്നുന്നു? നമ്മളെല്ലാവരും വിചാരിച്ചതേ ഈ മുഖ്യമന്ത്രിയുടെ ശൈലിയുടെ മാത്രം പ്രശ്നം കൊണ്ടാണ് ഇവരുടെ തോൽവി എന്നുള്ളതൊക്കെ ആയിരുന്നു പൊതുവിലുള്ള ആളുകളുടെ ഒരു സംസാരം. പക്ഷെ അത് മാത്രമല്ല, ഈ പാർട്ടി ഇതുപോലെ ആക്കുന്നതിനും വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം, ഇപ്പോൾ ഈ ചാനലിൽ നമ്മളോട് സംസാരിക്കുന്ന അനിൽകുമാർ അടക്കമുള്ള ആളുകൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ പാർട്ടി അന്യം നിന്ന് പോകാനുള്ള എല്ലാ പരിപാടിക്കും വേണ്ടിയിട്ട്. പിന്നെ പറയുന്ന ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന്. അത് തന്നെ ഞാൻ നേരത്തെയും പറഞ്ഞത്, ജനങ്ങൾക്കാണ് തെറ്റിദ്ധാരണ പറ്റിയെന്ന് ഇപ്പോഴും ഇവർ പറയുന്നത്. ഇവരുടെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ പറ്റി എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും പറയുന്നത്. എന്നിട്ട് പിന്നെ ഇവർ ആരുടെ തെറ്റിതിരുത്തും എന്നാ പറയുന്നത്? ജനങ്ങളുടെ തെറ്റിതിരുത്തുമെന്ന്. ഏത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും കണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങൾ തിരുത്തണം എന്ന് പറയും. അല്ലാതെ ഞങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങൾ ക്ഷമിക്കണം എന്നല്ല പറയാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇനി അനിൽകുമാർ പറഞ്ഞൊരു വാദം ഇൻട്രസ്റ്റിംഗ് ആണ്. SNDP-യുടെ വോട്ടും ക്രൈസ്തവ വോട്ടും മുസ്ലിം വോട്ടുകളൊക്കെ ചോർന്നു പോയി, അതുകൊണ്ടാണ് ഇവർ തോറ്റതെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഇവരൊക്കെ ജയിക്കുന്നത് ഈ പറഞ്ഞ സാമുദായിക സംഘടനകളുടെയും മതസംഘടനകളുടെയും വോട്ട് ഏകോപിപ്പിച്ചുകൊണ്ടാണോ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പറയാൻ പറ്റില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് വന്നിരുന്ന് പറയുക ഈ ജാതിമത സംഘടനകളുടെ വോട്ട് ഒന്നിച്ചൊഴുകിപ്പോയത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന്. എന്ത് നാണം കെട്ട വാദമാണ് ഈ പറയുന്നത്? പിയേഴ്സൺ സാറിന് കണക്കിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇവരെ ഒന്നും നന്നാക്കാൻ ആരും നോക്കരുത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. നന്നാക്കാൻ വന്നാൽ അവനെ ആദ്യം നന്നാക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി. അടുത്ത് പറയുന്നത് നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയെന്ന. ഞാൻ ചോദിക്കുന്നത്, ഈ തെറ്റുതിരുത്തൽ പരിപാടിക്കും പറ്റുമെങ്കിൽ ആ ബസ് ഇപ്പോൾ എവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ആ ബസ് ഒന്ന് തപ്പി കണ്ടുപിടിച്ച് ആ നവകേരള സദസ്സ് രണ്ടാമത്തെ അതിൻ്റെ 2.0 എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒന്ന് നടത്താവുന്നതാണ്. 140 മണ്ഡലത്തിലും ഒരു പര്യടനം നടത്തി തെറ്റുതിരുത്തലിൻ്റെ നയപരിപാടികളൊന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ വിമർശിക്കുന്ന ഒന്ന് വിശദീകരിച്ചു കൊടുത്താൽ കുറെ കൂടി നന്നായിരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അനിൽകുമാർ, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നിങ്ങളും ഈ സംസ്ഥാന ഭാരവാഹി കമ്മിറ്റി അംഗമാണെന്ന് വിചാരിക്കുന്നു. തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, തിരുത്തണം. ഈ നിങ്ങളുടെ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായെന്നൊക്കെ മാധ്യമങ്ങൾ വാർത്ത പറയുന്നു. ഈ മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഭാഗമായിട്ട് പടച്ചുവിടുന്ന വാർത്തയായിരിക്കാം. എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെ രൂക്ഷമായിട്ടുള്ള ആക്ഷേപം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായോ? ഉണ്ടായെങ്കിൽ അതിന്റെ കാരണം എന്താ? മുഖ്യമന്ത്രിയുടെ മാത്രം ശൈലിയാണോ? ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണോ? SFIയുടെയും CPM-ന്റെ തോന്നിവാസങ്ങളാണോ? ഇത് എന്തൊക്കെ കാരണം കൊണ്ടാണ് അവിടെ രൂക്ഷമായിട്ടുള്ള ആക്ഷേപങ്ങൾ കമ്മിറ്റിയിൽ ഉണ്ടായത്? ഇനി അങ്ങനെ ആക്ഷേപങ്ങളൊന്നും കമ്മിറ്റിയിൽ ഉണ്ടായില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റിയിൽ അങ്ങനത്തെ ഉള്ള ചർച്ചകളൊന്നും നടക്കാത്തത്? അപ്പോൾ നാട്ടുകാരുടെ മാത്രം തെറ്റാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത് താങ്കൾ പറയുന്നത് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ കാര്യമാണ്. കോൺഗ്രസ് എന്തായി എന്ന്. കോൺഗ്രസ് 2019-നേക്കാൾ ഇരട്ടി സീറ്റിലേക്ക് വിജയിക്കുന്നു. ഞങ്ങളുടെ തന്നെ പിന്തുണയിൽ രാജസ്ഥാനിൽ നടക്കം നിങ്ങൾക്ക് MP-മാരെ കിട്ടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 30,000 വോട്ടുണ്ടായിരുന്നിടത്തുനിന്ന് 6,59,000 വോട്ട് കിട്ടുന്ന രീതിയിൽ CPM-ന്റെ ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് എത്തുന്നത് കോൺഗ്രസിന്റെ കരുണാകടാക്ഷം കൊണ്ടാണ്. നിങ്ങളുടെ ചിഹ്നം നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ പോലെയുള്ള പാർട്ടികൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചതുകൊണ്ട്. അപ്പോഴും നിങ്ങൾ കർണാടകയിലെയും പഞ്ചാബിലെയും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിന്റെ തോൽവിയെ കുറിച്ച് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കർണാടകയിൽ കോൺഗ്രസ് വലിയ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. താങ്കൾ പറഞ്ഞ മറ്റു സംസ്ഥാനങ്ങളിലെ പരാജയത്തെ കുറിച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞ ഡൽഹി, അത് നമ്മൾ ഉൾക്കൊള്ളുന്നു. ഞങ്ങളത് നാട്ടുകാരുടെ തെറ്റാണെന്നല്ല പറഞ്ഞത്. ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് പരിഹരിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ നാട്ടുകാർ മുഴുവൻ ഇവിടുത്തെ മതസാമുദായിക സംഘടനകളുടെ പുറകെ പോയതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തെറ്റിദ്ധരിച്ചു എന്നല്ല ഞങ്ങൾ പറയുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിൽക്കുന്നിടത്ത് തരംഗമില്ലെന്ന്. ഞങ്ങൾ ഉണ്ടാകുന്നിടത്ത് തരംഗം ഉണ്ടാവില്ല.
അതുകൊണ്ടുള്ള UP അടക്കം ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മുടെ MP ജയിക്കാൻ പറ്റിയത് NDA മുന്നണിക്ക്. നിങ്ങൾ ഈ തരംഗം ഉണ്ടാക്കാൻ ശേഷിയുള്ള ആ കാരണഭൂതൻ വിശ്രമ ജീവിതത്തിന് വേണ്ടി വിദേശത്തേക്ക് പോയെന്തിനാ? ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബാക്കി മുഴുവൻ ഘട്ടങ്ങളും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യ ഒട്ടാകെ നടന്ന് പ്രചരണം നടത്താൻ വേണ്ടായില്ലേ? അദ്ദേഹവും മരുമാനും മക്കളും എല്ലാവരും കൂടി കൂട്ടുകുടുംബം അടച്ച് ഒന്നിച്ച് വിദേശത്ത് പോയില്ലേ? നമ്മുടെയൊക്കെ നികുതി പണമൊക്കെ എടുത്തിട്ട് പോയില്ലേ? അപ്പോൾ ആ വിദേശത്ത് വിശ്രമ ജീവിതം നടത്താൻ പോവാതെ ഈ തരംഗം ഉണ്ടാക്കാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ CPM-നും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാമായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ 900 കാര്യം, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇപ്പോൾ നടത്തിയോടത്തോളം കാര്യങ്ങൾ മതി. ഇനി 900 കാര്യം കൂടി നടത്തിയാൽ നാട്ടുകാരത് താങ്ങില്ല. അഴിമതിയെക്കുറിച്ചും മാസപ്പടിയെക്കുറിച്ചും വീണയുടെ എക്സലോജി കമ്പനിയെക്കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ വീണയ്ക്കും പിണറായി വിജയന് എതിരായതുകൊണ്ടായിരിക്കും. ഞങ്ങൾ പോലും ഈ ചർച്ചയിൽ പറയാത്തൊരു കാര്യം നിങ്ങൾ പറയാ, കീഴ്ക്കോടതിയുടെ വിധിയുണ്ടെന്ന്. കീഴ്ക്കോടതിക്ക് മേലെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഉണ്ട്. നിങ്ങൾ ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനമാണോ CPM കൂടെ നടപ്പാക്കുന്നത്? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെ ഒക്കെ തീരുമാനമല്ലേ നടപ്പാക്കുന്നത്? ഇവിടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ഉണ്ട്. ആ വിധിയൊക്കെ വരട്ടെ, വീണയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി വരട്ടെ. അനിൽകുമാർ അല്ലല്ലോ മറുപടി വരേണ്ടത്. ഒരു കാര്യം കൂടി പറയട്ടെ, ഓക്കെ, ഇവര് ശൈലി മാറ്റണമെന്നോ ഇവര് തിരുത്തൽ വരുത്തണമെന്നോ ഞങ്ങൾക്ക് ആർക്കും നിർബന്ധമില്ല. ഇങ്ങനെ തന്നെ പോകണമെന്നാ ഞങ്ങൾ പറയുന്നത്. കാരണം ഇതിന്റെ കാരണം കണ്ടുപിടിക്കാൻ കാരണഭൂതന് പോലും പറ്റാത്തൊരു കാലത്ത് ഇങ്ങനെ തന്നെ പോകണം. ശരി, ഓക്കെ. ശ്രീ PR ശിവശങ്കർ, ഇപ്പോൾ CPM അതിന്റെ പരാജയം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വിലയിരുത്തുന്നു, അവർ തിരുത്താൻ തീരുമാനിക്കുന്നു. നമ്മൾ കാണേണ്ടത് 2019-ലും ഇതുപോലെ ഒരു തിരിച്ചടി അവർക്കുണ്ടായിരുന്നു. അതിനുശേഷം അവർ ചില തിരുത്തൽ നടപടികളിലേക്ക് കടന്നു. അന്ന് 2019-ൽ 122 സീറ്റുകളിൽ ആണ് ഇടതുമുന്നണി പിറകിൽ പോയതെങ്കിൽ ഇത്തവണയും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. 111 സീറ്റിൽ UDF-ഉം 11 സീറ്റിൽ BJP-യുമാണ് ഇത്തവണ നിയമസഭാ സെഗ്മെന്റുകൾ എടുത്താൽ മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ 120-ലധികം സീറ്റുകളിൽ പിന്നോട്ട് പോയതിന് ശേഷം 2 കൊല്ലം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 99 സീറ്റ് വിജയിച്ചു. എന്തിന് അതേ വർഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോന്നിയും വട്ടിയൂർക്കാവും അവർ തിരിച്ചെടുത്തു. പാലാ പോലും വിജയിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിച്ചു. അപ്പോൾ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു തോൽവി എന്ന് പറയുന്നത് ശാശ്വതമാണ്. ഇപ്പൊ കുറഞ്ഞ വോട്ട് ഇനി കൂടില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോ കഴിഞ്ഞ തവണത്തെ 2019-ൽ തോറ്റു, അതിനുശേഷം ചില നടപടികൾ എടുത്തു, പിന്നെ വിജയിച്ചു. അതിന്റെ ഒരു റെപ്പറ്റീഷനാണ് CPM ആഗ്രഹിക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്നത്. അഭിലാഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തോൽവി ശാശ്വതമല്ല. പക്ഷേ അത് CPM സമ്മതിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP-ക്ക് വോട്ട് കറിഞ്ഞാൽ BJP വോട്ട് വിറ്റു, CPM-ന് വോട്ട് കറിഞ്ഞാൽ ജനങ്ങൾക്ക് ചില തെറ്റുപറ്റി, ബഹുജന കൂട്ടായ്മയോടെ അത് തിരുത്താൻ അവർക്ക് പറ്റും. CPM-ന്റെ വോട്ട് വിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ അവരുടെ രീതി. അതിനെ നിങ്ങളതിനെ പിന്തുണയ്ക്കുകയും ചെയ്യും. പിന്നെ ബഹുജന കൂട്ടായ്മ നടത്തിക്കൊണ്ട് ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇത് സ്വഭാവം മാറ്റാമെന്നുള്ളത് തലവേദനയ്ക്ക് കാലിൻ്റെ മുട്ടിൽ കൊണ്ടുപോയി മരുന്ന് വെക്കുന്ന പോലെയാണ്. ഇവരുടെ രീതി മാറ്റാണ്ട് നടക്കില്ല. ഞാനിതിന് ബാക്കി കാര്യത്തിന് കിടക്കുമ്പോൾ 2 തെറ്റുകൾ ശ്രീ അനിൽകുമാർ നിരന്തരം പറയുന്നതാണ്. അത് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇവർ ഈ CPM എന്തുകൊണ്ടാണ് സംസ്ഥാന നിയമസഭയിൽ ജയിക്കുന്നത് എന്നുള്ളത് അവർ കൃത്യമായി ചില മതന്യൂനപക്ഷ സംഘടനകളുടെ ഭീകരവാദ സംഘടനകളുടെ പിന്തുണ സംസ്ഥാനത്ത് കോൺഗ്രസിനേക്കാൾ നന്നായി CPM ഉപയോഗിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ അവർ പറഞ്ഞല്ലോ SDP അടക്കമുള്ള മതന്യൂനപക്ഷ സംഘടനകളെ മാറ്റി നിർത്തണം. ഇവർ ഞാൻ 84-ലും വെച്ച് ഇത് പറഞ്ഞതാണ്. നോക്കൂ, പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കോട്ടങ്ങലിലും ഇവർ SDP-യുടെ പിന്തുണ കൊണ്ടാണ് മത്സരിക്കുന്നത്. ബാക്കി ഒരുപാട് സ്ഥലമുണ്ട്, ഞാൻ ആ തെറ്റിലേക്കും പറയുന്നില്ല. അപ്പോൾ ഇവർ SDP-യുടെ പിന്തുണ കൊണ്ട് പഞ്ചായത്തുകളിൽ മത്സരിക്കുന്നുണ്ട്. സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പല അസംബ്ലിയും വിജയിച്ചു തന്നിട്ടുണ്ട്. അന്ന് ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളുടെ പിന്തുണ CPM-നായിരുന്നു, LDF-നായിരുന്നു. 2, ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കണക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. LDF അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകൂടം ഒരിക്കലും മുതലാളിമാരെ പിന്തുണയ്ക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അദാനി പോർട്ട് മാത്രം, ഒരു വിഴിഞ്ഞം പോർട്ടിൽ മാത്രമാണ് ചെയ്തത്. ഞാൻ കണക്ക് എണ്ണി പറയാം. കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇൻഷുറൻസ് റിലയൻസിനല്ലേ നിങ്ങൾ ആദ്യം കൊടുത്തേ? 2, മെട്രോൻ്റെ ആക്സസ് കാർഡ് നിങ്ങൾ ആക്സിസ് ബാങ്കിനല്ലേ കൊടുത്തേ? 3, KSRTC-യുടെ സ്വിഫ്റ്റ് നിങ്ങളേത് പ്രൈവറ്റൈസേഷനിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്? 4, KMRL CMRL-ന്റെ കാര്യത്തിൽ നിങ്ങൾ KSIDC-യെ കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ കേസ് കൊടുക്കാൻ സമ്മതിച്ചില്ല അവിടെ നിന്ന് പണം പോയപ്പോൾ? 4, കുടിവെള്ളം. ഇപ്പോൾ അവസാനം കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഈ ഫ്രഞ്ച് ഒരു ഏജൻസിയെ കൊണ്ട് പുതിയ ടെൻഡർ കൊടുപ്പിക്കുന്നത്? അപ്പോൾ നിങ്ങൾ നിരന്തരമായി മുതലാളിത്ത വിദേശ ശക്തികളെ എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളത് പറയുന്നില്ല. ചിലപ്പോൾ അനിൽ അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ജനങ്ങൾക്കിതറിയാം. നിങ്ങൾ മുതലാളിത്തത്തിനെതിരെ ശക്തമായി പറയുന്നു എന്നുള്ളതല്ലാതെ ചെയ്യുന്നതെല്ലാം വേറെ പലതുമാണ്. ധാരാളം ഉദാഹരണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഈ ബഹുജന കൂട്ടായ്മയും നിങ്ങളുടെ ഈ കാര്യങ്ങളും. പിന്നെ അദ്ദേഹം പിന്നൊരു തെറ്റും കൂടെ പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് ഗവർണർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തെ ക്രൈസ്തവരെല്ലാം മുഴുവൻ വോട്ട് അങ്ങോട്ട് ചെയ്യും എന്ന് അനിലിനോട് ആരാ പറഞ്ഞത്?
നിങ്ങൾ ഇത്തരത്തിലൊരു ഗവർണർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ മുഴുവൻ വോട്ട് ചെയ്യുന്നു നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ മണിപ്പൂർ വിഷയമെല്ലാം നിങ്ങൾ മാത്രമല്ല കേട്ടോ, മാധ്യമങ്ങളും നിരന്തരം പറഞ്ഞില്ലേ, ഇപ്പം എന്താ മിണ്ടാത്തേ? മുഴുവൻ എന്നിട്ട് മണിപ്പൂർ വിഷയം പറഞ്ഞിട്ടും BJPക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയെന്ന് നിങ്ങൾ തന്നെ സംശയിക്കുന്നു. സുരേഷ് ഗോപിക്ക് ചില മാജിക്കുകൾ കാണിച്ചു. ഒരു മാജിക്കുമല്ല. ഞങ്ങളുടെ കൃത്യമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി BJPക്ക് അത് തൃശ്ശൂർ മാത്രമല്ല ആലപ്പുഴയിലും ആറ്റിങ്ങലിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അടക്കം പലയിടത്തും 1 ലക്ഷത്തിൽ ചില വോട്ട് കൂടിയിട്ടുണ്ടല്ലോ. നിങ്ങളെന്താ കണക്കാക്കാതെ? അത് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യാത്തതിട്ടാണോ? മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. ചാവക്കാടെല്ലാം 50% പല മണ്ഡലത്തിലും ഞങ്ങൾക്ക് വോട്ട് കൂടിയത് മുസ്ലിം സമുദായം വരെ വോട്ട് ചെയ്തിട്ടാണ്. നിങ്ങൾ CIA സമരം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ പാലസ്തീൻ സമരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നടത്തിയ ആഭാസ സമരങ്ങളെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും അത് കപട മതബോധമാണ് എന്ന് തീർച്ചയായും ബോധപ്പെട്ടു. അതുകൊണ്ടാണ് മുസ്ലിം സമുദായവും ഞങ്ങളുടെ കൂടെ നിന്നത്. SDP ഒക്കെ വിജയിച്ച ഒരു ബൂത്തിൽ പോലും ഞങ്ങൾക്ക് ഒരു 17ഉം 40ഉം ഒക്കെ വോട്ട് കിട്ടിയ ബൂത്തുകൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എവിടെയാണ് ഞങ്ങൾക്ക് വോട്ട് വന്നതെന്ന്. ഇതൊന്നും കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കരുത്. നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റാണ്, ഒരു സംശയവുമില്ല. ഈ പത്തനംതിട്ടയിലും അതുപോലെ തന്നെ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഈ മുഖ്യമന്ത്രി ശൈലി മാറ്റണം എന്നാണ് പറയുന്നത്. സത്യത്തിൽ ശൈലി മാറ്റേണ്ടത് സംസ്ഥാന സെക്രട്ടറിയും ഈ അനിലിനെ പോലെ ആളുകളുമാണ്. നിങ്ങൾ മുഖ്യ ശത്രുവിനെ അല്ലെങ്കിൽ BJPയെ ഭയന്നുകൊണ്ട് BJPയെ എതിർക്കാനെന്ന് വ്യാജേന നിങ്ങൾ കാണിക്കുന്ന ഈ കപട ന്യൂനപക്ഷ ഒരു പ്രേമമുണ്ടല്ലോ, അതിനെ നിങ്ങളുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ മനസ്സിലാക്കിയിരുന്നു. ദയവായിട്ട് ഈ SNDP ജനറൽ സെക്രട്ടറിയെയും SNDPയെയും ശ്രീനാരായണ ഗുരുവിൻ്റെ ബോധങ്ങളും പഠനങ്ങളും അവരെ പഠിപ്പിക്കുവാൻ ശ്രീ MV ഗോവിന്ദൻ മാഷ് ദയവായിട്ട് മുന്നോട്ട് വരരുത്. അതെങ്കിലും SNDPക്ക് വിട്ടുകൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ മറ്റുള്ളവരെ ചികിത്സിക്കാൻ നടക്കാണ്ട് സ്വയം ചികിത്സ നടപ്പിലാക്കുക, അതാണ് ആദ്യം വേണ്ടത്. ശരി, ഇവിടെ NM Pearson ഇപ്പോൾ സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ പോലീസിന്റെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് സർവ്വതല സ്പർശിയായ തിരുത്തൽ ഉണ്ടാകും എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം CPMന്റെ സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ വിമർശനം ഏറ്റവും കുറഞ്ഞത് 5 പേരെങ്കിലും ഉയർത്തിയെന്നും ഭരണത്തെക്കുറിച്ചുള്ള വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല എന്നും പാർട്ടി സെക്രട്ടറിയുടെ മറുപടി പ്രസംഗത്തിൽ ഈ പറഞ്ഞ വിമർശനങ്ങളെ, സർക്കാരിനെതിരെ വരുന്ന വിമർശനങ്ങളെ ഡിഫെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം ഡിഫെൻഡ് ചെയ്തിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ. അതിപ്പോൾ റിപ്പോർട്ടുകൾ എന്ന് മാത്രമല്ലേ പറയാൻ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾ സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരുന്നോ, അത് കേട്ടോ എന്ന് ഷാനിൽകുമാർ ചോദിക്കും. പക്ഷേ പബ്ലിക് ഡൊമൈനിൽ ഉള്ള കാര്യം സർവ്വതല സ്പർശിയായ തിരുത്തൽ സർക്കാരിന്റെ കാര്യത്തിലും വരുത്തുമെന്ന് CPM പറഞ്ഞതാണ്. അങ്ങനെ ഈ സർക്കാരിനെ തിരുത്താൻ CPMന് കഴിയും. ഇനി 2 വർഷം കൂടി ബാക്കിയുണ്ടല്ലോ, ഏതാണ്ട് 2 വർഷം ബാക്കിയുണ്ട്. പാർട്ടി നയിക്കുന്ന വഴിയിൽ ഈ സർക്കാർ പോകും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അഭിലാഷ്, അതിൻ്റെ അകത്ത് ഉള്ള പ്രധാനപ്പെട്ട വിഷയം വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ വിമർശനങ്ങൾ വരും. ആ വിമർശനങ്ങളിൽ പാർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കലാണ് സാമാന്യ മര്യാദ. ബുദ്ധിപരമായും അതാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ. ആര് പറയുന്നു എന്നുള്ളത് വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു ഇങ്ങനെ ഒത്തിരി മേഖലകളിലേക്ക് മുതലാളിത്തത്തെ വാരിപ്പുണരുന്നുണ്ട് എന്നുള്ള കാര്യം. വിദേശ സർവകലാശാലകൾ വരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് CPMന്റെ നയസമീപനങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അത് അനിൽകുമാറിന് എന്താണ് മനസ്സിലാകാത്തത്? എനിക്ക് തോന്നുന്നത് നാട്ടിലൊക്കെ നടക്കുന്ന ചർച്ചകളിൽ CPMനെ തോൽപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകൾ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് CPM ചെയ്യുന്ന കോമൺ സെൻസ് ഇല്ലാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന ആളുകളാണ്. അതിൽ ഒരാൾ അനിൽകുമാറാണ്. അങ്ങനെ നിങ്ങൾ വന്നിരുന്ന് ന്യായീകരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ പാർട്ടി രക്ഷപ്പെടുന്നില്ല. രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള വാദമല്ല നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതാണ് പ്രശ്നം. ജനങ്ങളുടെ മുന്നിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ജനങ്ങളുടെ വിശ്വാസ്യതയാണ് പ്രധാനപ്പെട്ട കാര്യം, ക്രെഡിബിലിറ്റി എന്നത്. ആ ക്രെഡിബിലിറ്റി നമുക്ക് നിലനിർത്താനായിട്ട് കഴിയണമെങ്കിൽ നമ്മൾ പറയുന്ന വാക്കും നമ്മൾ പറയുന്ന പ്രവൃത്തിയും ഒന്ന് തന്നെ ആയിരിക്കണം. അത് മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ തന്നെ തുടരുന്നതായിട്ടുള്ള ഒരാശയമാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അത് ആവശ്യമാണ്. അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജനങ്ങളത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കും. കാരണം ജനങ്ങൾക്ക് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ഇന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം അവർ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. നമ്മളുടെ വർദ്ധിതമായ സാങ്കേതികവിദ്യയുടെ കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിക്കും ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല. നിങ്ങളുടെ പ്രചരണത്തിൽ വീഴുന്ന ആളുകളാണ് എല്ലാ ആളുകളും എന്നൊരിക്കലും കരുതരുത്. അങ്ങനെ കരുതുമ്പോഴാണ് നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നത്. കാരണം അവരെല്ലാം ഈ കാര്യങ്ങൾ മുഴുവനും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്, തിരിച്ചറിയുന്നവരാണ്.
ഞാൻ ഈ ചാനൽ ചർച്ചയിലൊക്കെ പങ്കാളിത്തം വഹിക്കാനായിട്ട് താല്പര്യമില്ലാത്ത മനുഷ്യനായിട്ട് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് നമ്മുടെ ഈ ചാനൽ ചർച്ചകളുടെ സ്വഭാവങ്ങൾ തന്നെയാണ്. നമ്മളിങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം വന്നിരുന്നാൽ അത് കേൾക്കാൻ ആർക്കാണ് കഴിയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സത്യസന്ധമായ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയും മറ്റു ചില കാര്യങ്ങളിൽ നമ്മളുടെ പിടിവാശികൾ നിലനിർത്തുകയും ചെയ്താൽ പോലും ആളുകൾ ചിലപ്പോൾ നമ്മളെ അംഗീകരിക്കാനായിട്ട് തയ്യാറാവും. അത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ സത്യസന്ധമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടും, നിങ്ങളുടെ ബഹുമാനം കൂടും. നിങ്ങളുടെ പാർട്ടി തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളതിനെ സത്യസന്ധമായിട്ട് സമീപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടായിത്തീരും. അത് ഇന്നത്തെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. കാരണം ഇതാണ് നമ്മുടെ വഴിയോരത്ത് നാട്ടിൽ അവിടെയൊക്കെ നടക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ അഭിപ്രായം. അവരെ കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും മാത്രമാണ് പഴയ കാലത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇൻഡ്യൂബിയസ് ബാറ്റിൽ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ജോൺ സ്റ്റീൻബെക്ക് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ്റെ ഒരു പുസ്തകമാണ് സന്നിഗ്ധ സമരത്തിൽ എന്ന് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജനങ്ങളുടെയൊക്കെ ഇടയിൽ കടന്നു ചെന്ന് ആ ജനങ്ങളുടെ ഭാഗമായി മാറിത്തീർന്ന് അവരുടെ ആശയങ്ങളെ സ്വാംശീകരിച്ച് തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ അവരിലേക്ക് സമർപ്പിച്ച് അവരെ വളർത്തി വികസിപ്പിച്ച് കരുത്തറ്റ ഒരു രാഷ്ട്രീയ വ്യക്തിയായിട്ട് അവരെ മാറ്റിത്തീർക്കുക. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഓരോ പൗരനെയും നമ്മൾ ശക്തരായിട്ട് രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യനായിട്ട് മാറ്റണം. അവൻ്റെ രാഷ്ട്രീയ ബോധം നിർമ്മിക്കപ്പെടുന്നത് സത്യസന്ധമായ സമീപനങ്ങളിലൂടെയാണ്. ആ സമീപനങ്ങളിലൂടെ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നല്ല രീതിയിൽ വളരാനും വികസിക്കാനും കഴിയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അത് അനിൽകുമാർ പറയുന്ന പോലെ പലതരത്തിലുള്ളതായിട്ടുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാനത് വിട്ടുകളയുന്നു. അതുകൊണ്ട് ഈ തോൽവികളെ ഞാൻ അങ്ങനെ തന്നെ വേണമെങ്കിൽ കണക്കാക്കാൻ തയ്യാറാണ്. പക്ഷേ പാർട്ടി എന്തുകൊണ്ട് തോറ്റുപോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പാർട്ടിക്കാർ തിരിച്ചറിയേണ്ട കാര്യമാണ്. പാർട്ടി തോറ്റുപോയി കുറേ കഴിയുമ്പോൾ പാർട്ടി എന്ന് പറയുന്ന സാധനം ഇല്ലാതായി പോകും. അതാണ് പ്രശ്നം. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും അതേപോലെ തന്നെ പാർട്ടിയുടേതായിട്ടുള്ള കാര്യപരിപാടികളും കൃത്യമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ളത്. ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം, ഒറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് ശരിയാണ് എന്ന് ആർക്കെങ്കിലും പറയാനായിട്ട് കഴിയും? ഒരു മനുഷ്യൻ കഴിയില്ല. കാരണം എന്തിനങ്ങനെ സഞ്ചരിക്കണം? അതാണ് ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം. എന്തിൻ്റെ അസുഖമാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്ന് സാധാരണക്കാരൻ ചോദിക്കും. അത് തിരിച്ചറിയാൻ പാടില്ലാത്തതായിട്ടുള്ള ഏത് രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്? രാഷ്ട്രീയ പ്രവർത്തനം അതൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. ജനങ്ങളുടെ ശബ്ദവും ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. അതേപോലെ നിരന്തരമായി നടക്കുന്നതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ ഒന്നിലേക്കും പ്രത്യേകിച്ച് ഊന്നി പറയുന്നില്ല. അത് ഓരോന്നായിട്ട് നിരന്തരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നം. ആ കുട്ടികൾ ഇങ്ങനെ ഒരുപാട് ഇടവേള എടുക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഷാൽകുമാർ, ശ്രീ പിയേഴ്സൺ മുന്നോട്ട് വെച്ച വാദങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. ഒറ്റ ഒരു സെന്റൻസേ ഞാൻ പറയുന്നുള്ളൂ. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ വാചകം. അല്ല, ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങൾ സ്വയം വിമർശനപരമായി അംഗീകരിക്കുക മാത്രമല്ല, പാർട്ടിക്കകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്തും ജനങ്ങളോട് പറയേണ്ടത് ജനങ്ങളോട് പറയാനും തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികൾ, പാർട്ടി ബ്രാഞ്ചുകൾ എല്ലാവരെയും കേൾക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു ദീർഘ പ്രക്രിയയാണ്. അവർ പറയുന്നതെല്ലാം കേട്ടിട്ട് വിമർശനങ്ങൾക്ക് തല കുമ്പിട്ട് തിരുത്തൽ വേണ്ടിടത്ത് തിരുത്തി, അത് സംസ്ഥാന സർക്കാർ മാത്രമല്ല, ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഏതെല്ലാം രംഗത്ത് പാർട്ടി പ്രവർത്തകരുണ്ടോ അവിടെ എവിടെ ഇടപെടൽ കുറവുണ്ട്, ഇതെല്ലാം തിരുത്താനാണ് തീരുമാനം. അതുകൊണ്ട് തിരുത്തില്ല എന്നൊരു തീരുമാനമല്ല ഉള്ളത്. പക്ഷേ ഞങ്ങളുടെ തലയടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ആ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ തല കുനിക്കാൻ സൗകര്യപ്പെടില്ല. അത് ധിക്കാരമല്ല. ഇവിടെ ബഹുമാനപ്പെട്ട പിയേഴ്സൺ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വാഹനങ്ങൾ എത്ര വേണം, അതെവിടെയാണ് തീരുമാനിക്കുന്നത്? ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എനിക്കിത്ര വണ്ടി വേണം തീരുമാനിച്ചോ? ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും എന്താണ് സുരക്ഷ വേണ്ടത്, അതിനേക്കാൾ കൂടുതൽ ഒരു പോലീസുകാരൻ പോലും പിണറായി വിജയന് സുരക്ഷയില്ല. സിദ്ധരാമയ്യയ്ക്ക് ഇല്ലാത്തൊരു സുരക്ഷ പിണറായി വിജയനില്ല. അപ്പോൾ പിന്നെ പിണറായി വിജയനെ ഏതോ ഒരു പ്രത്യേക സുരക്ഷയുടെ തടങ്കലിലോ അല്ലെങ്കിൽ അതിൻ്റെ പരിലാളനയിലോ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രതീതി നിർമ്മാണമാണ്.
ആ പ്രതീതി നിർമ്മാണം ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വണ്ടിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ വണ്ടി ബാംഗ്ലൂരിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സാണ്. 1.5 കോടി രൂപ അത് പിണറായി വിജയൻ്റെ പറ്റിലെഴുതിയാൽ അത് ദൂരത്തല്ല. കാരണം എന്താണ്, അത് KSRTC വിലയ്ക്ക് വാങ്ങിച്ചൊരു വണ്ടി 45 ദിവസക്കാലം മന്ത്രിമാർ കൊണ്ടുനടന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളത് കാര്യം. അത് ദൂർത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നടക്കുക. പിന്നെ പിണറായി വിജയൻ ഇരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ചോദ്യങ്ങൾ വന്നോ, മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ച് ചോദിച്ചോ, ഇതൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങൾ കമല ഇൻ്റർനാഷണലിനെ കുറിച്ച് പിണറായി വിജയനോട് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി എത്രത്തോളം വിഡ്ഢിത്തരം ചെയ്യുമായിരുന്നു. പിണറായി വിജയൻ തൃശ്ശൂരിൽ പടുന്നൊരു വലിയ വീടിനെക്കുറിച്ച് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്തൊരു അക്കൗണ്ട് ഉണ്ടെന്ന് ഈയിടെ ഈ പത്രത്തിൽ BJPയുടെ നേതാക്കന്മാരും ചില മാധ്യമങ്ങളിലൂടെ കൂടി തട്ടിവിട്ടു. ഞങ്ങൾ മുഖ്യമന്ത്രിയെ വിളിച്ചിരുത്തി നിങ്ങളുടെ ആ വിദേശത്തുള്ള മകളുടെ അക്കൗണ്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുകളാകുകയല്ലേ ഉള്ളൂ. ലാവലിംഗ് കേസിനെ കുറിച്ച് പറയുമ്പം എന്താണ് യാഥാർത്ഥ്യം? അത് കെട്ടുകഥയാണെന്ന് 2 കോടതി വിധിച്ചു കഴിഞ്ഞില്ലേ? ഇവിടെ ചില മേൽക്കോടതികളെ കുറിച്ചൊക്കെ ചില ആളുകൾ പറയുന്നു, ലോക്കൽ കമ്മിറ്റിയാണോ കീഴ്ക്കോടതിയാണോ? ലാവലിംഗ് സുപ്രീം കോടതിയിലാണ്. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എടുക്കാൻ പറയൂ നിങ്ങളുടെ CBIക്കാരോട്. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കേസ് എടുത്തല്ലോ, SFIക്കാരെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഈ ഇലക്ഷൻ നന്നായിട്ട് ഓടിയ കഥയാണ്. ഞാൻ ചോദിക്കുന്ന CBIയുടെ കുറ്റപത്രം വായിച്ചു നോക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. മാതൃഭൂമി ചാനലിൽ ചർച്ചയ്ക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. കേരള പോലീസിന്റെ കുറ്റപത്രം, CBIയുടെ കുറ്റപത്രം, SFIക്കാർ എവിടെ നിൽക്കുന്നു നിങ്ങൾ ചർച്ച ചെയ്യുക. ശരി, എന്തായാലും പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടി നാട്ടുകാർ കൂടി ബഹളം വെച്ചാൽ അതനുസരിച്ച് പിള്ളേരെ ജയിലിലിടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി കഴിയണമല്ലോ. അത് കഴിയുന്നില്ലെങ്കിൽ എന്നുള്ളതാണ് മൗലികമായ പ്രശ്നം. എന്റെ സമയം അവസാനിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. വളരെ നന്ദി ശ്രീ അനിൽകുമാർ, ശ്രീ ജിൻഡോ ജോൺ, അതുപോലെ തന്നെ ശ്രീ NM പിയേഴ്സൺ, ശ്രീ PR ശിവശങ്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.